എന്നാലും ഓനിക്ക് എങ്ങനെ പെണ്ണ് കിട്ടി? നമ്മക്കും കിട്ടൂടാ. എനിക്ക് വലിയ പ്രതീക്ഷ ഒന്നുമില്ല. ഓന്റെ മോന്തട തിളക്കം കണ്ടിച്ച്. ഇതിലും തിളക്കാറുണ്ട് ഇവിടെ ഒരാളുടെ മോന്തക്ക് കേട്ടില്ലേ? പോക്കാരും അല്ല മരപ്പട്ടിയല്ല. എന്നാലും നിങ്ങളെങ്ങനെ പെണ്ണിട്ടിയേ? കെട്ടിയതല്ലോടാ, കെട്ടിച്ചല്ലേ. അതെങ്ങനെയത്? പിന്നെ പാതിരാത്രി കട്ടിൽ ചോട്ടുന്ന് പിടിച്ചു കഴിഞ്ഞാൽ പിന്നെ കെട്ടിക്കല്ലാണ്ട് പട്ട്മിസിട്ട് കൊടുക്കുക. ഈ കല്യാണത്തെ കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താ? എന്റെയാണോ അതോ മൊത്തത്തിലോ? മൊത്തത്തില് ആസപ്പാ, കല്യാണം എന്ന് പറഞ്ഞാലേ ഈ കുപ്പിയുടെ കഴുത്ത് കൂട്ടിയണ പോലെ. ചിലത് ഒറ്റ തിരികെ പൊട്ടു, ചിലത് കിടന്നിട്ട് കറങ്ങും. നമുക്കിത് പൊട്ടിച്ചല്ലേ പറ്റൂ. അപ്പൊ എന്തായാലും ഒരു പോരില്ലേ? അത് പൊട്ടിക്കണോന്റെ കഴിവ് പോലെ ഇരിക്കും. എനിക്കതൊന്നുമല്ല. എന്നാലും ഓനിക്ക് എങ്ങനെ പെണ്ണിട്ടി? നീ ഇതെന്തറിഞ്ഞിട്ടാ? പാരമ്പര്യമായിട്ട് ഒരു ദേഹമക്കാരാ. അപ്പൊ നമ്മളെന്തായാലും കുത്തിക്കലി കൊടുത്താ പെണ്ണ് റെഡിയാവൂലേ? നീ അധികം കലക്കി കഷ്ടപ്പെടണ്ട. ആശ ഈ കയ്യണ്ട. ഇതിൽ എത്ര പെണ്ണുങ്ങൾ മിന്നി മറന്നു പോയതറിയോ? എടാ അത് പറഞ്ഞപ്പോളാ വെളിച്ചെണ്ണ തീർന്നിരിക്കട്ടാ. നീ പറഞ്ഞേ ഞാനൊരു കല്യാണം കഴിച്ചാലോ? ഞാനൊരു കല്യാണം കഴിച്ചാലോന്ന്. ജാത തമ്പക തുപ്പിക്കളെ. കല്യാണം കഴി പട്ടുക്കൊന്നോ? സംഭവം ആളൊരു ബൊദ്ധയാണെങ്കിലും നേരത്തും കാലത്ത് വല്ല കുത്തികൾക്ക് തിന്നാൻ തന്നാറുന്നു. നീ എന്റെ കോല കണ്ട 1.5 മാസം കൊണ്ട് 4-4.5 കിലോ പറഞ്ഞു. കേറുന്നു എന്റെ കാട്ടിക്കൂട്ടല്. സിംഗിൾ ലൈഫ് സിഗ്മ എന്നെ കൊണ്ടൊന്നും പറയിപ്പിക്കണ്ട. എടാ നിനക്കൊന്നും അറിയാത്തൊരു ഇവൻ എനിക്കറിയാം. എടാ കേരളോർമ കോളേജിൽ കായക്കൊല കൊടുത്ത് സീറ്റ് ഒപ്പിച്ചവനാണ് ഇവൻ. ആ ഇവന് ഒരു പെണ്ണ് കിട്ടാൻ വെച്ച് കഴിഞ്ഞാൽ അത്ര വലിയ ആണത്തുള്ള കേസൊന്നുമല്ല. ആശാനെ നമുക്ക് ചൂടാൻ പോവല്ലേ? ആ ചൂണ്ടിടാൻ പോവാം. നമ്മളെ പോലെ വല്ല അപ്പാവി മീനോളും വന്ന് കയറും പാടാ പിള്ളേരെ. എടാ പാരമ്പര്യം